സ്നേഹമുള്ളവരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വിശ്രമ കാലഘട്ടമാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം. ഈ തെരഞ്ഞെടുപ്പിൽ പലരും പല അവകാശവാദങ്ങളുമായി ഒറ്റപ്പെട്ട് രംഗത്ത് വന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിൽ, മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ ഞങ്ങൾ നിശ്ചിത സ്ഥാനാർത്ഥിക്ക് പാരമ്പര്യമൊക്കെ വിട്ടുകൊണ്ട് ഇതുവരെ ചെയ്യാത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. അത് ഫലം കാണും എന്ന് അടക്കം പറയുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പലയിടത്തുനിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, സ്വന്തം ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്തുത സത്യമാണോ എന്ന് തെളിയിക്കൽ അനിവാര്യമായിട്ടുള്ള EK വിഭാഗത്തിൻ്റെ അതിൽപ്പെട്ട ചില ആളുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ശേഷം ഇന്നയാൾക്ക് വോട്ട് ചെയ്ത് എന്ന് രഹസ്യമായോ പരസ്യമായോ ആരും പറഞ്ഞിട്ടില്ല. അതേസമയം സമസ്ത കേരള ജമിയത്തുൽ യഥാർത്ഥ അവകാശികൾ അവരുടെ പിന്തുണ എങ്ങനെയാണ് എന്നുള്ളത് ക്യാമ്പുകൾ വിളിച്ചും താഴേക്കിടയിലുള്ളവർക്ക് നിർദ്ദേശം നൽകിയുമൊക്കെ ഓരോ മണ്ഡലങ്ങളിലും മീറ്റിംഗ് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെയൊക്കെ അറിയിച്ചതായിട്ട് ഔദ്യോഗികമായിട്ടൊന്നും പറയുന്നില്ല. ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശവാദം പലരും പറയുന്നുണ്ട്. ലീഗിനെ പോലും വരുതിയിൽ നിർത്താൻ തക്ക വോട്ട് ബാങ്കുള്ള ഒരു വിഭാഗമാണ് ഞങ്ങൾ എന്ന് സാധാരണ അടക്കം പറയാറുള്ള EK ഗ്രൂപ്പിൻ്റെ വോട്ട് ബാങ്കിൻ്റെ മൂല്യം മൊത്തം ലീഗിൻ്റെ വോട്ട് ശതമാനത്തിൽ നിന്നും എത്ര വിഹിതം ഉണ്ട് എന്നുള്ള മൂല്യം നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് പൊന്നാനി മണ്ഡലത്തിനെക്കുറിച്ചും മലപ്പുറം മണ്ഡലത്തിനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ജൂൺ 4 വരാനിരിക്കുന്നത് എന്നത് നാം ഓർത്തുകൊണ്ടേയിരിക്കണം. അവിടെയാണ് അവരുടെ ശക്തിയും വോട്ടിൻ്റെ പിൻബലവും വോട്ട് ബാങ്കിൻ്റെ ശക്തിയുമെല്ലാം ബോധ്യപ്പെടാനിരിക്കുന്നത്. പൂർണ്ണമായും അവർ ആ 2 മണ്ഡലങ്ങളിലെയും ലീഗ് വിരുദ്ധ സ്ഥാനാർത്ഥികളെ പിന്തുണച്ചു എന്നാണ് ആ EK വിഭാഗത്തിൽ നിന്നും കടഞ്ഞു തെളിയിക്കപ്പെട്ട ഷജറ വിഭാഗം രഹസ്യമായിട്ട് പലരോടും പറയുന്നതും രഹസ്യമായി പ്രവർത്തിച്ചിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് അവരുടെ വോട്ട് എത്രയുണ്ടാകുമെന്നുള്ളത് ആ സ്ഥാനാർത്ഥികൾ എത്ര വോട്ട് അവരിൽ നിന്ന് പിടിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഭാവിയിൽ അവരുടെ രാഷ്ട്രീയ ശക്തി അളക്കുക എന്നത് ബോധ്യപ്പെടും. ഇതിങ്ങനെ പറയാൻ കാരണം, എല്ലാവരും വോട്ട് കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ അതിന് മുമ്പോ അവരുടേതായ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ ഇവർ പ്രഖ്യാപിച്ചിട്ടില്ല, പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇനി റിസൾട്ട് വന്നതിന് ശേഷം കുറേ അവകാശവാദങ്ങളുമായി വരും. പക്ഷെ അതിനൊന്നും വകവെച്ച് കൊടുക്കാതെ നേരത്തെ തന്നെ അവരുടെ സാമീപ്യവും പിന്തുണയും ആർക്കാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ അവസാനിക്കും. റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് ന്യായമല്ല എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അവർ തന്നെയാണ്. ജയിച്ച സ്ഥാനാർത്ഥിൻ്റെ ഒപ്പം കൂടിയിട്ട് ഞങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ 1-2 സീറ്റേ കിട്ടുകയുള്ളൂ എന്നൊക്കെ മുമ്പ് ഒരു നേതാവ് പറഞ്ഞതിനെ പരിഹസിച്ചുകൊണ്ട് ഇവർ ജയിച്ചവരോടൊപ്പം കൂടുന്നവരാണ് എന്ന്. ആർക്ക് വോട്ട് ചെയ്തു, ആർക്കാണ് പിന്തുണ എന്ന് ലോകർക്ക് മുഴുവനും അറിയുന്നതാണ്, ഈ പറയുന്നവർക്കും അറിയാം. പക്ഷേ സത്യം മറച്ചു വെച്ച് പറയുക എന്നുള്ളത് അവർ പ്രാക്ടീസ് നേടിയ കാര്യമായതുകൊണ്ട് ഈ വിഷയത്തിലും അവർ തിളങ്ങി നിന്നു എന്ന് മാത്രം. അപ്പോൾ എന്നതുപോലെ ജയിച്ചതിന് ശേഷം, ഫലം വന്നതിന് ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നതിലേറെ നിങ്ങൾ ആർക്കാണ് പിന്തുണ കൊടുത്തത് എന്ന് വോട്ട് കഴിഞ്ഞ ഈ സമയത്തെങ്കിലും തുറന്നു പറയാൻ നിർബന്ധിതരാണ് എന്ന് ഒരു സാമാന്യ നീതി എന്ന നിലക്ക് ആവശ്യപ്പെടുകയാണ്. ഇത് ആവശ്യപ്പെടാൻ കാരണം, മുമ്പ് യഥാർത്ഥ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരുടെ പിന്തുണ സംബന്ധമായി പരിഹസിച്ചിരുന്ന കൂളത്തായി പോലുള്ളവരും അതുപോലുള്ള മറ്റാളുകളൊക്കെ മുമ്പ് പരിഹസിക്കാറുണ്ട്. അത് പരിഹസിക്കേണ്ട ഒരു ആവശ്യമില്ല. ആരോട് ചോദിച്ചാലും ആ സമസ്തയുടെ പിന്തുണ ആർക്കായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അത് ചില മണ്ഡലങ്ങളിൽ വർഗീയവാദികളെ തോൽപ്പിക്കാൻ വേണ്ടി അതിനനുസരിച്ച് പിന്തുണ ഉണ്ടാകും. മൊത്തത്തിലുള്ളൊരു പിന്തുണ എവിടെയായിരുന്നു എന്ന് എല്ലാവർക്കും എല്ലാ കാലത്തും ചോദിച്ചാലും മറ്റും അറിയാം. അത് പരസ്യമായി ഔട്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലാത്ത രീതി എല്ലാവർക്കും തിരിഞ്ഞതാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ ഈ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിൽ തങ്ങൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള EK വിഭാഗം ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആർക്കാണ് ചെയ്തത്,
എന്നത് തുറന്നു പറയണം. ഒറ്റപ്പെട്ട പൊട്ടലും ചൂറ്റലും ഞങ്ങൾ ഇന്നവർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ക്ലിപ്പുകളുണ്ട് എങ്കിലും ഇവരുടെ മൊത്തം പിന്തുണ UDF എന്നതിൽ ഒരു സംശയവുമില്ല എന്നത് വ്യക്തമാണ്. കാരണം ഈ പറയപ്പെട്ട 2 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വിജയിപ്പിക്കാൻ വേണ്ടി പ്രൊഫൈലിലൂടെയും അതുപോലെ സത്യസരണിയിലൂടെയൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ 18 സ്ഥാനാർത്ഥികളുടേത് UDF സ്ഥാനാർത്ഥികളുടേതാണ് വെച്ചിട്ടുള്ളത്. 2 സ്ഥാനാർത്ഥികളെ ലീഗിനെതിരുള്ള സ്ഥാനാർത്ഥികളെയും അവർ വെച്ചു. അപ്പോൾ അതുകൊണ്ട് അവരുടെ മൊത്തം പിന്തുണ UDF എന്ന വിഷയത്തിൽ സംശയമില്ല. പക്ഷേ ജയിച്ച് റിസൾട്ട് വന്നതിന് ശേഷം LDF വല്ല മേൽക്കോയ്മയുണ്ടെങ്കിൽ ഞങ്ങളുടെ വോട്ടും കൊണ്ടാണ് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമാണ് അവരുടെ നയം വ്യക്തമാക്കാതെ ഇപ്പോൾ ഇങ്ങനെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ന്യായമായ ആവശ്യമല്ല. രാഷ്ട്രീയപരമായി ഇറങ്ങി പ്രവർത്തിക്കുന്നവരായിരുന്നല്ലോ, അതുകൊണ്ട് അതിൻ്റെ സമീപനങ്ങളും തുറന്നു പറയൽ അവർക്ക് ആവശ്യമാണ്. റിസൾട്ടിന് മുമ്പ് പറയാതിരുന്നാൽ ശേഷം പല അവകാശവാദങ്ങളും പൊങ്ങി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇത് പറയണമെന്ന് പറയുന്നതാണെങ്കിൽ. ഒന്നിരിക്കൽ പാരമ്പര്യമായി നമ്മളെ നാട്ടിലൊക്കെ പരിശോധിക്കുമ്പോൾ ഒരൊറ്റ കുട്ടി പോലും ലീഗിനെതിരെ ചേളാരി വിഭാഗത്തിൽപ്പെട്ട EK വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വോട്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബോഡി ലാംഗ്വേജ് പോലും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ലീഗിന് വേണ്ടി പ്രവർത്തിച്ചു, സ്ക്വാഡ് വർക്ക് നടത്തി, വാഹനങ്ങളിൽ അണികളെ കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ ചെയ്തവരാണ് എല്ലാവരും. ഇനി രഹസ്യമായി 1-2 വോട്ട് ചെയ്തോ എന്ന് പറയാൻ കഴിയില്ല. മൊത്തത്തിൽ ഒരു നാട്ടിൽ ചേളാരി വിഭാഗത്തിന് 100 വോട്ടുണ്ട് എങ്കിൽ അതിൽപ്പെട്ട 1-2 വോട്ട് എതിരായി പോയിട്ടുണ്ടാകാം എന്നേ പറയാൻ പറ്റുള്ളൂ. പോയി എന്നിപ്പോഴും അവരും തുറന്നു പറയുന്നില്ല. പക്ഷേ ഈ മൗനം അപകടമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ എന്തെങ്കിലുമൊക്കെ വ്യതിയാനങ്ങൾ വന്നാൽ, മുമ്പത്തെ അവസരക്ക് വ്യതിയാനങ്ങൾ വന്നാൽ അതൊക്കെ ഞങ്ങളുടേതായ ശക്തി കൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവർ എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ സമയത്തെങ്കിലും ഈ ജയിച്ചോരൊപ്പം കൂടി അഭിനയിക്കുന്നതിന് പകരം ലീഗിനായിരുന്നു ഞങ്ങൾ ഇതുവരെയും പാരമ്പര്യമായി വോട്ട് ചെയ്തിരുന്നത്, ഞങ്ങൾ ലീഗിന് തന്നെ ചെയ്തത് എന്നാണെങ്കിൽ അങ്ങനെ തുറന്ന് പറയാം. എന്നാൽ പിന്നെ അതിൽ പ്രശ്നമില്ല. മറിച്ചാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് തെളിയിക്കൽ അത്യാവശ്യമായി വരും. ഏതായാലും ശരി, ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു വിശദീകരണം ആവശ്യമാണ് എന്നതിൽ സംശയമില്ല. ശേഷമുള്ള അവകാശവാദത്തിന് ഒരു പ്രസക്തിയും നൽകപ്പെടുകയില്ല. അവിടെ സ്വന്തം കേൾക്കുന്ന വോട്ടുകൾ നിങ്ങൾക്ക് എത്രയുണ്ട് എന്ന് പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിലെ റിസൾട്ട് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ആ റിസൾട്ട് അടിസ്ഥാനത്തിലായിരിക്കും ജനങ്ങൾ ഈ ലീഗിൽ നിന്നും വ്യത്യസ്തമായ ഒരു വേറിട്ട വ്യക്തിത്വമുണ്ട് EK ഗ്രൂപ്പിൻ്റെ വോട്ട് ബാങ്കിന് എന്ന് അവർ പെരുമ്പറയടിക്കാറുണ്ടായിരുന്നുവെങ്കിലും അത് എത്ര ശതമാനമുണ്ട് എന്നതൊക്കെ വിലയിരുത്തുന്നതായിരിക്കും റിസൾട്ട്. യഥാർത്ഥ ആളുകളൊക്കെ ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത് അവർ പറഞ്ഞാൽ കേൾക്കുന്ന 1% പോലും അണികൾ ലീഗിൻ്റേതല്ലാത്ത വേറൊന്നും അവർക്കില്ല. ലീഗിലുള്ളവർ മുഴുവനും ലീഗിൻ്റേത് തന്നെയാണ്. അതിൽ ഞാൻ പൊട്ടിച്ചീറ്റിയ ഷജറകളായി 0.5% 1% ഉണ്ടെങ്കിൽ ഉണ്ടാകും, അതും വ്യക്തമല്ല എന്നാണ് പൊതുവേ ജനങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശേഷമുള്ള അവകാശവാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഒരു മണ്ഡലത്തിനെക്കുറിച്ച് മാത്രം എടുത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നിലവിൽ പൊന്നാനി മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിയമസഭ 3 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തിൽ 2 മുന്നണികളും അവിടെ ഡ്രോ ആയിട്ടാണ് നിൽക്കുന്നത്. എന്ന് പറയുമ്പോൾ 10,000 വോട്ടിന് UDF ലീഗിൻ്റെ സ്ഥാനാർത്ഥി മുന്നിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും ലീഗിൻ്റെ വോട്ട് കുറയുകയും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കൂടുകയും ചെയ്യുന്ന ശൈലിയാണ് അവിടെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ 3 വർഷത്തെ ഈ കാലയളവിലുണ്ടായ പുതിയ വോട്ടുകളും പ്രത്യേക സാഹചര്യങ്ങളും അതുപോലെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ചിഹ്നത്തിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ചു എന്ന മികവൊക്കെ പാലിക്കുമ്പോൾ ആ 10,000-ൻ്റെ ലീഡ് മറികടക്കാനുള്ള ഡ്രോ ആയി നിൽക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. എങ്കിൽ തന്നെയും കണക്കിൻ്റെ വിഷയത്തിൽ ലീഗ് തന്നെ മുന്നിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. ഒരു 5,000 വോട്ടിനെങ്കിലും ലീഗ് മുന്നിട്ട് നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. എങ്ങനെയാണ് മുന്നിട്ട് നിൽക്കൽ? കഴിഞ്ഞ തവണ അടിച്ചു വാരി മൂലയൊക്കെ പെറുക്കി എല്ലാ EK വിഭാഗത്തിൻ്റെ വോട്ടുകളും ഉൾപ്പെടെയാണ് ഈ ഡ്രോ വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി അവിടെ ഡ്രോ ആയി നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഇവർ പ്രതീക്ഷിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്ന വോട്ടുകളുടെ എണ്ണം അടിസ്ഥാനത്തിലാണ് EK ഗ്രൂപ്പ് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പാണോ അവർക്ക് രാഷ്ട്രീയ അസ്തിത്വമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിന് ശരിക്കൊരു കണക്ക് കൂട്ടുകയാണെങ്കിൽ പൊന്നാനി മണ്ഡലം മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ 10,20,000-ൽ താഴെ വോട്ടുകളാണ് അവിടെ പോൾ ചെയ്തത്.
അതിൽ BJPയുടെ 1,00,000-ഓളം വോട്ട് സാധാരണ കണക്കിലുണ്ട്. അത് മാറ്റി നിർത്തിയാലും അതിന് പുറമെ നോട്ട നേടുന്ന വോട്ടുകളും മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ടുകളും ഒക്കെ കൂടെ 50,000-വും മാറ്റി നിർത്തിയാൽ കേവലം ഒരു 8-8.5 ലക്ഷം വോട്ട് മാത്രമാണ് അവിടെ മൊത്തത്തിൽ ഇരു മുന്നണികൾക്കുമായി വിഭജിക്കപ്പെടാനുള്ളത്. ആ 8.5 ലക്ഷത്തിൽ 4.25 ലക്ഷം വീതം ഓരോ മുന്നണികൾക്കും തീരുമാനിക്കപ്പെടുകയാണ് എങ്കിൽ UDFിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരായ വോട്ടർമാരെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസ്സിന് ഒരു 50,000-ഓ 70,000-ഓ വോട്ടിൻ്റെ ഇടയിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ വോട്ട് മാറ്റി നിർത്തിയാൽ ഏകദേശം 3.5 ലക്ഷത്തോളം ലീഗിൻ്റെ വോട്ടുകളാണ് അവിടെ ഉണ്ടാവുക. സാധാരണ ആ മണ്ഡലത്തിൽ ജയിച്ചു വരുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് 4 ലക്ഷം തന്നെ ലീഗ് വോട്ടുകൾ ഉണ്ട് എന്ന് നമ്മൾ വകവെച്ച് കൊടുത്തുകൊണ്ട് ഒരു വിലയിരുത്തലിന് തയ്യാറാവുക. അങ്ങനെ നടത്തുമ്പോൾ 1% EK വിഭാഗത്തിൻ്റെ വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞിട്ട് അംസക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ 4,000 വോട്ടായിരിക്കും 1%. ആ ലീഗിൻ്റെ മൊത്തം വോട്ടിൽ നിന്നുള്ള 1%-ന് 1% അംസക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് 4,000 വോട്ടായിരിക്കും. ആ 4,000 വോട്ട് പുതിയ വോട്ടാണെങ്കിൽ അത് 4,000-ൻ്റെ ഫലമേ ചെയ്യുള്ളൂ. ഇനി പഴയ വോട്ട് ആണെങ്കിൽ അത് 8,000-ൻ്റെ ഫലം ചെയ്യും. പക്ഷേ മൊത്തത്തിൽ പുതിയ വോട്ടുകളും വളരെ ഉണ്ടായതുകൊണ്ട് ഏകദേശം ഒരു നോർമൽ കണക്ക് കൂട്ടിയാൽ, ഒരു ശരാശരി കൂട്ടിയാൽ 1% എന്ന് പറഞ്ഞത് ഒരു 6,000 ആയിട്ട് കണക്കൂട്ടാൻ പറ്റും. അപ്പോൾ ഉദാഹരണമായിട്ട് സമാസമായി നിൽക്കുന്ന UDFും LDFും നിൽക്കുന്നിടത്ത് ഹംസ 6,000 വോട്ടിന് ജയിച്ചാൽ പൊന്നാനി മണ്ഡലത്തിൽ EK ഗ്രൂപ്പ് 1% ഉണ്ട് ലീഗിൻ്റെ. 100%-മാണ് ലീഗിൻ്റെ വോട്ട് ബാങ്കെങ്കിൽ അതിൻ്റെ 1% ഉണ്ടെന്ന് കൂട്ടാം. 12,000-ന് ഹംസ ജയിക്കുകയാണ് എങ്കിൽ 2% EK ഗ്രൂപ്പ് വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് കൂട്ടാം. അപ്പോൾ അതടിസ്ഥാനത്തിൽ ഓരോ ശതമാനത്തിനും ഒരു 6,000 കൂട്ടാം. 4,000 കൂട്ടാൻ പാടുള്ളൂ. പക്ഷേ രണ്ടും കൂടി മിക്സാക്കിയിട്ട് പഴയ വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞതും പുതിയ വോട്ടും കൂടി കൂട്ടുമ്പോൾ ഒരു ന്യായമായ രീതിയിൽ ഒരു കണക്ക് കൂട്ടിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാകുള്ളത്. അപ്പോൾ ഹംസ പരാജയപ്പെടുന്നൊരു രൂപം അവിടെ ഉണ്ടായാൽ അവിടെ ഇവർ വട്ടപൂജ്യമാണ് എന്ന് തെളിയിക്കപ്പെടും. കാരണം ഇവരുടെ കണക്കൂട്ടൽ കൊണ്ട്, ഇവരുടെ ശക്തി കൊണ്ട് അവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ഹംസ മാത്രമാണ്. സമമുള്ളവടുത്ത് അവരുടെ പിന്തുണ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ 1% ആണെങ്കിൽ 6,000, 2% ആണെങ്കിൽ 12,000, അങ്ങനെ വർദ്ധിച്ചു പോകും. അപ്പോൾ എത്ര വോട്ട് കിട്ടി എന്നുള്ളത് 6,000-ന് കൂട്ടിയാൽ മതി, 1%. അപ്പോൾ ലീഗിൻ്റെ മൊത്തം ജനസംഖ്യയിൽ നിന്നും പൊന്നാനി മണ്ഡലത്തിൽ EK ഗ്രൂപ്പ് ഉള്ളത് എത്ര ശതമാനമാണ് എന്നത് തിരിച്ചറിയും. ഇനി അബദ്ധവശാലെങ്ങാനും സമദാനി ജയിച്ചു പോയാലോ, ആ ജയിപ്പിച്ചത് വേറെ ആരോ ആണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇവർ വട്ടപൂജ്യമാണെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് അവിടുത്തെ അവസ്ഥയുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ ആദ്യം ഇവരാരും പറയാത്തതുകൊണ്ടാണ് ഈ ശതമാന അടിസ്ഥാനത്തിലുള്ളൊരു കണക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ അവകാശവാദം പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അത്ര വോട്ടുണ്ട്, ലീഗിൻ്റെ വോട്ട് മുഴുവനും ഞങ്ങളുടേതാണ്, ഞങ്ങൾ മുഴുവനും ലീഗാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് എങ്കിൽ ആ അവകാശവാദം ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. അത് ലീഗിൻ്റെ മുമ്പിലും ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായി ഇപ്പം തന്നെ തീരുമാനമാക്കുക. അല്ലെങ്കിൽ പിന്നെ കണക്കിൻ്റെ കളി കൊണ്ട് റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങളങ്ങനെ കൊടുത്തിക്കണം, ഇങ്ങോട്ട് കൊടുത്തിക്കണം, ഞങ്ങളെ വോട്ട് അങ്ങോട്ട് തന്നെ ആയിരുന്നു, ഇങ്ങോട്ട് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിച്ചുകൊണ്ട് വെറുതെ ജനങ്ങളുടെ സമയം കളയരുത് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. റിസൾട്ടിനനുസരിച്ച് അവകാശവാദവും പതിച്ചു നൽകുന്ന പിന്തുണയും ആകരുത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ആളുകൾ നേതാക്കന്മാർ മുമ്പ് തന്നെ നിർദ്ദേശം കൊടുക്കാറുള്ളത് പോലെ ആർക്ക് വോട്ട് ചെയ്യണം ഓരോ മണ്ഡലത്തിനനുസരിച്ച് വർഗീയവാദികൾ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി അത്തരം ആളുകളെ പ്രതിരോധിക്കാൻ ഒരു സ്പെഷ്യൽ വോട്ട് നിർദ്ദേശവും മറ്റുള്ളവർക്ക് മൊത്തത്തിലൊരു നിർദ്ദേശവുമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ അണികൾക്ക് അറിയിക്കുന്നതും ആ അറിയിച്ചത് എല്ലാവരും അറിഞ്ഞതും വോട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടതും പിന്നീട് ആരും നിരാകരിക്കാത്തതുമാണ്. എന്നതുപോലെ ഇപ്പോൾ പ്രത്യേകമായി ലീഗും EK ഗ്രൂപ്പും ഒരു സമരത്തിലാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം പാലിലെ വെണ്ണ പോലെയാണ് ചേളാരി വിഭാഗം എന്നുള്ളത്, ലീഗിലെ ചേളാരി വിഭാഗം എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായതാണ്. പക്ഷെ ഇനി അവർ പറയുന്നത് അങ്ങനെയല്ല, അത് വേറെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ ആ ശതമാനം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്തോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ തന്നെ പറഞ്ഞാൽ പിന്നെ ശേഷമുള്ള ആ തർക്കങ്ങളും അവകാശവാദങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തന്നെ പറയണമെന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ നിയന്ത്രിക്കാൻ ഇവരും വളർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ
35 വർഷം മുമ്പ് ഇവരെ ആക്കിക്കൊടുത്ത ലീഗിനെ മറന്നുകൊണ്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് യഥാർത്ഥ സമസ്തയുടെ ആദർശവുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ യഥാർത്ഥ സമസ്തയുടെ അവകാശികൾക്ക് നിൽക്കക്കള്ളിയില്ലാതെ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ആ സംഘടനയുടെ ജനറൽ ബോഡി വിളിച്ച് പുനഃസംഘടിപ്പിച്ചത്. അപ്പോൾ പുനഃസംഘടിപ്പിക്കപ്പെട്ട ജനറൽ ബോഡി അടിസ്ഥാനത്തിൽ ഒരൊറ്റ സമസ്ത മാത്രമേ നാട്ടിലുള്ളൂ. പക്ഷേ ലീഗ് ഉണ്ടാക്കി കൊടുത്ത ഒരു സമസ്തയായിരുന്നു മറുവിഭാഗത്തിൻ്റേത്. അവരുടെ ധർമ്മം എന്താണ്? അവർക്കനുസരിച്ച് കൊട്ടാര പണ്ഡിതന്മാരായി യഥാർത്ഥ സമസ്ത സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ അതിനെ നിരാകരിക്കാൻ ഗണ്ണിക്കാനുള്ള ഒരു പണ്ഡിത തൊഴിലാളി യൂണിയനെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ലീഗ് പാലൂട്ടി വളർത്തിയൊരു വിഭാഗമാണ് ഇവരെന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റല്ല. അത് കഥ ചരിത്രം മനസ്സിലാക്കിയ ആളുകൾക്കൊക്കെ അറിയാം. ഇന്ന് വന്ന പുതിയ തലമുറക്ക് ഇതൊക്കെ ഗൗരവമുള്ള വിഷയമല്ലേ എന്ന് പറയും. സുന്നത്ത് ജമാഅത്തിനെ അടിച്ചമർത്താൻ വേണ്ടി ലീഗ് ഉണ്ടാക്കിയ പണ്ഡിത തൊഴിലാളി യൂണിയനാണ് ഈ PK സമസ്ത എന്ന് പറയുന്ന വിഭാഗം. ചുരുക്കി പറഞ്ഞാൽ പഠിക്കാത്തവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ലീഗിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളാനുള്ള കൊട്ടാര പണ്ഡിതന്മാരെ പോലെ വാർത്തെടുത്ത ഈ സംഘടനയിൽ ഇപ്പോൾ ഇവർക്കൊരു പൂതി. ഞങ്ങൾ സ്വന്തമായി വളർന്നിട്ടുണ്ട്, ഞങ്ങൾ സ്വന്തമായി ലീഗിനെ നിയന്ത്രിക്കുവാൻ ഉപദേശിക്കുവാൻ അർഹരാണ്, ലീഗ് പറയുന്ന വഴിയിലേക്ക് ഞങ്ങൾ പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നതിൽ അധികപ്പറ്റാണല്ലോ. കാരണം നിങ്ങളെ രൂപീകരിച്ചത് ലീഗ്, നിങ്ങൾക്ക് പാലൂട്ടിയത് ലീഗ്, നിങ്ങൾക്ക് എല്ലാ സംവിധാനം ചെയ്തു തന്നത് ലീഗ്, സുന്നി പ്രവർത്തകന്മാരെ കൊല്ലാൻ വേണ്ടി എല്ലാ മസാലകൾ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ. അങ്ങനെ സുന്നി പ്രവർത്തകരെ പീഡിപ്പിക്കുവാനും ലീഗിനെ പോഷിപ്പിക്കുവാനും എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ അതെല്ലാം നേടിക്കൊടുത്തത് നിങ്ങളാണ്. 89 തുടക്കത്തിൽ പറയും ഈ ചേളാരികളായ ലീഗുകാർ, അന്ന് ചേളാരി മുഴുവൻ ലീഗ് തന്നെയാണല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അല്ലാന്ന് പറയുന്നുണ്ട്, തെളിയിക്കേണ്ടിയിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചീരാപ്പറങ്കോൾ പോലെയാണ് എന്നാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറയാറുള്ളത്. ഭയങ്കര എരുള്ളതായ ഒരു സാധനം. ലീഗ് മാത്രമാണെങ്കിൽ സാധാരണ മുളക്, ലീഗും ചേളാരും കൂടിയാണ് എങ്കിൽ അവർ ചീരാപ്പറങ്കോൾ ഭയങ്കര സ്ട്രോങ് ഉള്ള മുളക് എന്ന് പറയുമല്ലോ, ആ മുളക് പോലെയാണ് എന്ന് പറയും. എന്നതുപോലെ ലീഗ് മുളിട്ട വിഭാഗമായിരുന്നു അന്ന്. അത് അങ്ങനെ ലീഗിനെ പോഷിപ്പിക്കാൻ വേണ്ടി യഥാർത്ഥ സമസ്തൻ്റെ ആളുകൾ സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ അത് തിരുത്തി കുറിക്കാൻ വേണ്ടി ഹദീസും ആയത്തും ഓതാൻ തലക്കെട്ട് കെട്ടിച്ച് ലീഗിൽ സജ്ജമാക്കി നിർത്തിയ ഒരു വിഭാഗമായിരുന്നു അവർ. അവരങ്ങനെ തന്നെ നീങ്ങലാണ് അവരെ ധർമ്മം. അതിൻ്റെ അപ്പുറത്തേക്ക് ചാടിയാൽ കൊഞ്ചം തുള്ളിയാൽ മുട്ടോടെ പിന്നെ ചട്ടിയിൽ എന്ന് പറഞ്ഞാൽ ആകും. വല്ലാതെ ഇപ്പം തുള്ളിയിട്ടുണ്ട് ചില ആളുകൾ, അവരൊക്കെ ചട്ടിയിൽ വീഴാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശക്തി നിങ്ങൾ തന്നെ ആദ്യം തന്നെ പറയണം എന്ന് പറയാനുള്ളത്. ലീഗ് വെട്ടിത്തെളിയിച്ച് തന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി 89 പാകപ്പെടുത്തിയെടുത്ത നിങ്ങൾ സ്വന്തം അസ്തിത്വമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് എല്ലാ ഫത്വകളും നൽകി സുന്നി പ്രവർത്തകന്മാരെ പീഡിപ്പിക്കാനും മദ്രസകൾ ഓരിവെക്കുവാനും അടിപിടി കൂടുവാനും ജുമാ മുടക്കുവാനും എല്ലാത്തിനും ഫത്വ. ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണല്ലോ. ആ സംഘടന ചെയ്യുന്ന തോന്നിവാസത്തിന് ഫത്വ ഹലാൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട നിങ്ങളിപ്പോൾ അവരെ ഹലാലും ഹറാമും പഠിപ്പിക്കാൻ ഇറങ്ങിയാൽ അത് ലീഗ് വെറുതെ നോക്കി നിൽക്കില്ലല്ലോ. അപ്പോൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു മണ്ഡലത്തിൻ്റെ ഉദാഹരണം വെച്ച് പറഞ്ഞതാണ്. ഇനി മലപ്പുറം മണ്ഡലത്തിലാണെങ്കിൽ ഒരു 50,000-ലേറെ വോട്ടിന് ഈട്ടി ജയിക്കുകയാണ് എങ്കിൽ അവിടെയും നിങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരും. പക്ഷേ ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മണ്ഡലം മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് പൊന്നാനിയുടെ മാത്രം കണക്കെടുത്തുകൊണ്ട് ഇവിടെ അവതരണം നടത്തിയത്. മൊത്തത്തിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽപ്പെട്ട പൊന്നാനി മണ്ഡലത്തിൽ അവർ എത്ര ശതമാനം വോട്ടിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു കൊടുക്കുന്നോ അത്രയായിരിക്കും അവർക്ക് മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷ മേഖലയാകുന്ന മലപ്പുറം ജില്ലയിലെ ഒരു മണ്ഡലത്തിലുള്ള പിന്തുണ എന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളിടത്തൊക്കെ എത്രമാത്രം മുസ്ലിങ്ങളുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അങ്ങോട്ട് താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിൽ അവർക്ക് എത്ര ശക്തിയുണ്ട്, സ്വന്തമായി എത്ര വോട്ട് ബാങ്കുണ്ട് എന്ന് അതിനോട് സമാനമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കപ്പെടാൻ കഴിയും. ഓരോരുത്തരും എവിടെ നിന്ന് വന്നു എന്നുള്ളതും നമ്മളുടെ രൂപീകരണ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ലീഗ് ഉണ്ടാക്കിയ പണ്ഡിത തൊഴിലാളി സംഘടന അതിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കണം. അത് ഞങ്ങൾക്ക് സ്വന്തം വ്യക്തിത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല. അതൊക്കെ അതിൻ്റെ ആളുകൾ സ്വിച്ച് ഇടുന്ന റിമോട്ട് കൺട്രോൾ പോലെ നമ്മുടെ സോണിയ മൻമോഹൻ സിംഗിനെ നയിച്ചിരുന്നത് പോലെ നയിക്കുന്നൊരു വിഭാഗം മാത്രമായിട്ടേ നമ്മളിതുവരെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അതിലപ്പുറം ആണെങ്കിൽ അവർക്ക് ഒറ്റക്കാണ്ട് പോകേണ്ടി വരും. ആ രീതിയാണ് ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഴയ കാലത്തെ സ്വഭാവമൊക്കെ മാറ്റി ഞങ്ങൾക്ക് ആദർശമുണ്ട് സുന്നിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിലനിൽപ്പ് അപകടത്തിലായപ്പോഴാണ് നിങ്ങൾ സുന്നി പറയാൻ തുടങ്ങിയത്. നിങ്ങൾ പറയുന്ന ഈ സുന്നി തന്നെയാണല്ലോ
89 കാന്തപുര ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സുന്നികൾ പറഞ്ഞത്. പക്ഷെ അന്ന് അവരെ ഗണ്ണിക്കാനാണല്ലോ നിങ്ങളുടെ ആദർശം കൊണ്ടുവന്നത്. ഇപ്പോൾ ആ പറഞ്ഞ റൂട്ടിലേക്ക് ഭരണാധികാരികളുമായി രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഇല്ലാതെ നേരിട്ട് ബന്ധപ്പെടുക എന്നുള്ളത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണല്ലോ നിങ്ങളുടെ വിഘടനവാദം തലപൊക്കിയത്. ആ വാദത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾ തന്നെ ലീഗിനെ മാറ്റി നിർത്തി ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും എന്നതിലേക്ക് എത്തിയ 35 കൊല്ലത്തെ വഴുതൂരുണ്ട്, കസറും ജമ്മു ആക്കുന്ന വഴുതൂരുണ്ട് യഥാർത്ഥത്തിൽ സമസ്തയും ഈ കെ വിഭാഗവും തമ്മിലെന്ന് മനസ്സിലാക്കാൻ ഇതിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്യം മറക്കരുത്. ലീഗ് പാലൂട്ടി അവർക്ക് ഫത്വ നൽകാനുണ്ടാക്കിയ സംഘടന ആ ലക്ഷ്യത്തിൽ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിന് വിഘടനവാദം വല്ലതും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ലീഗിൻ്റെ ഊരമ്മൽ മാത്രം ജനിച്ചു വളർന്ന് സമസ്തയുടെ പണ്ഡിതന്മാരെ എതിർക്കാൻ വേണ്ടി പരിശീലിച്ച സ്വന്തം മണികളെ ഉണ്ടാക്കുന്നതിന് ഒരിക്കലും പരിശ്രമിക്കാൻ അർഹതയില്ല. അങ്ങനത്തെ നിങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ട് ഞങ്ങൾ സ്വന്തം മേനി നടിക്കപ്പെട്ടവരാണ്, അത്യാവശ്യമുള്ളവരാണെന്ന് പറഞ്ഞാൽ അത് ലീഗും അംഗീകരിക്കില്ല, മാലോകരും അംഗീകരിക്കില്ല. അത് ഷജറ എന്ന് പേരിട്ടിയാലും അവരുടെ ഈർഷ്യത കൊണ്ടോ മറ്റോ ഒന്നും ഇവിടെ ഒന്നും ആൾശേഷിയില്ലാതെ നേടാൻ കഴിയില്ല. സ്വന്തം പണികൾ വേണമെങ്കിൽ ആ പണിയെടുത്ത് ആളുകൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടാക്കിയ ആളുകൾ നമ്മുടേതാണെന്ന് പറഞ്ഞ അവകാശവാദത്തിന് യാതൊരു സ്വാധീനവുമില്ല. ജൂൺ 4 മുമ്പ് നിങ്ങൾ നയം വ്യക്തമാക്കണം, നിങ്ങൾ പിന്തുണ ആർക്കായിരുന്നു എന്ന്. പിന്നെ അതിന് ശേഷം ശതമാനത്തിനനുസരിച്ചും അതുപോലെ റിസൾട്ടിൻ്റെ വോട്ടിൻ്റെ മൂല്യത്തിനനുസരിച്ചുമൊക്കെ അവകാശവാദം ഉന്നയിച്ച് നമ്മുടെ രാജ്യം മലീമസമാവുന്നത് തടയാൻ കഴിയും, ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയാൽ എന്നാണ് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഫീഡ്ബാക്കായി പറയാനുള്ളത്, പൊന്നാനി മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നേടുന്ന വോട്ടിൻ്റെ എണ്ണം, അതിൻ്റെ ശതമാനം, അത് അടിസ്ഥാനത്തിലുള്ള മെമ്പർമാർ മാത്രമേ ലീഗ് മുക്ത വിഭാഗമായിട്ട് കെ ഗ്രൂപ്പിനുള്ളൂ എന്നും അല്ലാതെ ഞങ്ങളെല്ലാം ഫുള്ളാണ് എന്നുള്ള അവകാശവാദത്തിന് ഒരർത്ഥവുമില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കെ വിഭാഗം തയ്യാറാകണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇല്ലാത്ത വോട്ടിൻ്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ച് ലീഗിൻ്റെ ശക്തി ഞങ്ങളുടെ ശക്തിയാണെന്ന അവകാശവാദം ഇനി അംഗീകരിക്കപ്പെടില്ല. അള്ളാഹു ഖൈറിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഖൈറിൽ അടിയുറച്ച ഷജറത്തു ത്വയ്യിബയായി നിലനിൽക്കാനും അല്ലാതെ പണ്ഡിതന്മാരെ അവഹേളിക്കാൻ വേണ്ടി ഷജറത്തു ത്വയ്യിബ ഉണ്ടാക്കുന്ന കുദ്സിയ ശ്രമങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ മോചിപ്പിക്കപ്പെടാനും വേണ്ടിയുള്ളൊരവസരമായി അള്ളാഹു ഇതിനെ നമുക്ക് ആക്കി തരുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്ത് എല്ലാ അർത്ഥത്തിലും ഉയർന്ന് പൊങ്ങുന്ന രാഷ്ട്രീയക്കാരെ കവച്ചു വെച്ചുകൊണ്ട് അവരെ ഒന്നും പിന്തുണയില്ലാതെ തന്നെ സുന്നത്ത് ജമാഅത്തെ ഇജ്ജത്തോടുകൂടെ തുറന്ന് പ്രഖ്യാപിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന ഉള്ളാൽ തങ്ങളുടെയും കാന്തപുര ഉസ്താദ് സെക്രട്ടറി ആയിരുന്ന ആ സംഘടനയുടെയും പിന്നിൽ അണിനിരന്നുകൊണ്ട് അതാണ് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കിട്ടിയൊരവസരം കൂടിയാണിത്. അത് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവസാനം കിട്ടിയൊരവസരമാണിത് എന്ന് എല്ലാവരും ഉൾക്കൊള്ളണമെന്നും പുതിയ തലമുറ ഈ ചരിത്രമൊന്ന് പഠിക്കണമെന്നും ഉണർത്തുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.